ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും പേടിയുണ്ട് ഉസ്മാനെ? വണ്ടി ഓഫ് ആക്കണ്ട, സ്റ്റാർട്ട് ചെയ്തിട്ടോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കാ പേടി? അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടി ഉണ്ടെങ്കിൽ എന്റെ ചുറ്റിനും അങ്ങനെ നിന്നോ. ഉസ്മാനെ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിക്കോട്ടെ. എന്നെ അറിയണ ആരോണ് എന്നെ അത്രയ്ക്ക് മോശമായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മഹാദേവ എന്താ നോക്കി? എന്താടാ? എന്താ? ഇതായിരിക്കും ആ ദൊറോത്തി മദാമ വെട്ടിക്കൊന്ന സാഹിബിന്റെ കാമുകി. ഒരു കുത്തുവെച്ചെന്നുണ്ടല്ലോ. നിനക്ക് എന്തതിന് അസുഖ? കണ്ട അലവരാതി പെണ്ണുങ്ങളെ നോക്കി പിച്ചുമ്പയും പറയുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. എന്നെ അത്രയ്ക്ക് മോശമായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശബ്ദമൊക്കെ ഉണ്ടാക്കുക. നീ ഡീറ്റീസാ? എനിക്ക് അമ്മയും അച്ഛനും ആരും ഇല്ല. എനിക്ക് അമ്മയും അച്ഛനും ആരും ഇല്ല. എനിക്ക് അമ്മയും അച്ഛനും ആരും ഇല്ല. എനിക്ക് എന്റെ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആരെങ്കിലും എന്റെ വീട്ടിന്റെ അവിടുത്തെ ആരെങ്കിലും മോശമായിട്ട് മെസ്സേജോ കമന്റോ ഇട്ടാൻ വന്ന വിവരം അറിയും. നീ എന്താണ് എന്നെ വിളിച്ചത്? മൂദേവിനോ? അതെ, മൂദേവി, മൂങ്ങ, രാക്ഷസി, മൂദേവി, എല്ലാ ചീത്തപ്പേരും നിങ്ങൾക്ക് നിങ്ങളുടെ വാല് ഞാൻ അവിട്ട് വെച്ച് പൊട്ടിച്ചാളയും. ഞാൻ ആരെങ്കിലും എന്റെ വീട്ടിന്റെ അവിടുത്തെ ആരെങ്കിലും മോശമായിട്ട് മെസ്സേജോ കമന്റോ ഇട്ടാൻ വന്ന വിവരം അറിയും. എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്ന? ആരടിക്കുന്ന? ഞാൻ ആരെങ്കിലും എന്റെ വീട്ടിന്റെ അവിടുത്തെ ആരെങ്കിലും മോശമായിട്ട് മെസ്സേജോ കമന്റോ ഇട്ടാൻ വന്ന നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഇപ്പൊ ഞാന് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണത്. അത് കളയാൻ വന്നാൽ വിവരം അറിയും. വിവരം അറിയും പറഞ്ഞോ കൊടുവളെടുത്ത് നറുക്ക് നിർത്തിയിടും. കൊടുവളെടുത്ത് നറുക്ക് നിർത്തിയിടും. എന്താടാ അവള് പറഞ്ഞത്? സത്യത്തിൽ ഈ ഭ്രാന്തിയാണ് സാർ. പറഞ്ഞേക്ക എന്നെ കുറിച്ച് ഏട്ടനെ കുറിച്ച് അറിയില്ല. എന്നെ കുറിച്ച് ഏട്ടനെ കുറിച്ച് അറിയില്ല. അവൻ വെറും ഭ്രാന്തനല്ലേ? എന്നെ കുറിച്ച് ഏട്ടനെ കുറിച്ച് അറിയില്ല. മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ അതെ, കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ. ഒന്ന് അടിച്ച് കേറാൻ.